അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. ഏറ്റവും സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ മുഅ്മിനാത്തുകളെ, നാം ഇപ്പോൾ ഉള്ളത് അവസാനത്തെ 10-ലാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അവസാനത്തെ റമളാന്റെ 10 ഇനിയും ധാരാളം റമളാൻ സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത്തക്കിൻ്റെ 10-ലാണ് ഇപ്പോൾ ഉള്ളത്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കേണ്ട ദിവസങ്ങളാണ്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ ഹബീബിനോട് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചല്ലോ, നബിയെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ച് അറിഞ്ഞെങ്കിൽ, ലൈലത്തുൽ ഖദറാണെന്ന് അറിഞ്ഞാൽ നാം എപ്പോൾ അവിടെ എന്താണ് ദ്വാരക്കേണ്ടത്, എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്, നാം എപ്പോഴും ദിക്ർ ചെല്ലുന്ന പോലെ എന്ത് ചൊല്ലണോ എന്ന് ചോദിച്ചു. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹ കാലത്ത്, യാ റസൂലുള്ളാഹ് അറഅയ്ത ഇൻ അലിംത ഐ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ ആണ് എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ എന്താണ് പറയേണ്ടത് നബിയെ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ, മാ അഖൂലു ഫിഹാ ലൈലത്തുൽ ഖദർ ആണെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അറിഞ്ഞാൽ ഞാൻ ആ സമയത്ത് എന്ത് പറയണം നബിയെ? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കൂലി ഓ ആയിഷ, ഇജങ്ങ് പറഞ്ഞോളി, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ഇത് എല്ലാ സമയത്തും പറയണമെന്നാണ്. സ്കാതദേശം 3 പ്രാവശ്യം കൊണ്ട് ഒതുക്കല്ല. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ എന്ന് പറയുന്ന ദിക്റാണ് ധാരാളമായി ചൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അഫൂൻ, അവൻ ഏറ്റവും മാഫു ചെയ്യുന്നത് അല്ലാഹു തരുന്ന ഫൗലുസനാണ്. അഫുവൻ എന്ന് പറഞ്ഞാൽ അഫു അല്ല, ഫാക്ക് ലമ്മിട്ടിട്ട് വായിക്കണം, അഫു എന്ന് പറയണം, വാവന് ശ്രദ്ധയായിട്ട്. അപ്പൊ അഫുവൻ അല്ലാണ്ട് അഫു എന്ന് പറഞ്ഞാൽ പറ്റൂല. അഫുവൻ ഫൗലുസനാണ്. അപ്പൊ ഫൗലുസനായി വരുമ്പോൾ അഫുവൻ പറഞ്ഞാൽ അധികരിച്ച, അതാണ് കസീർ അഫൂൻ, അധികരിച്ച മാഫു ചെയ്യുന്ന, കൂടുതൽ മാഫു ചെയ്യുന്നവനാണ് അല്ലാഹു. നമ്മളെന്ത് തെറ്റുകുറ്റങ്ങൾ വന്നു പോയാലും അതിനൊക്കെ കൂടുതലായി മാപ്പ് ചെയ്യുന്നവനാണ് അല്ലാഹ്. അതുകൊണ്ടാണ് അഫുവൻ എന്ന് പറയണം. അഫു എന്ന് പറയാൻ പാടില്ല, സുക്കൂൻ അല്ല, ലമ്മാണ്. ഫാക്ക് ലമ്മിട്ടിട്ട് വായിക്കണം, അഫുവൻ അഫുവൻ. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. കണ്ടാ, ഈ ദുആയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹു ഏറ്റവും ഇഷ്ടമുള്ളതാണ് മാഫ് ചെയ്യാൻ. അപ്പോൾ തുഹിബ്ബുൽ അഫ്വ, അഫുവിനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ് നമ്മളൊക്കെയും. അപ്പോൾ നമുക്ക് അല്ലാഹു തആല ഏറ്റവും കൂടുതലായി മാഫ് ചെയ്യുന്നവനാണ് അല്ലാഹു. അള്ളാഹുവിനോട് നമ്മൾ പള്ളിയിലോ നിങ്ങൾ അങ്ങാടിയിലോ വീട്ടിലോ എവിടെ വെച്ചായാലും പരിശുദ്ധ റമളാൻ മാസത്തിൻ്റെ ആ പവിത്രം മനസ്സിലാക്കി ഈ ദിക്ർ ധാരാളം ചൊല്ലിയാൽ അല്ലാഹു തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ, അഫുവൻ, അല്ലാഹു കൂടുതൽ അഫു മാഫ് ഇഷ്ടപ്പെടുന്നവനാണല്ലോ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദോഷങ്ങളൊക്കെയും പൊറുക്കാൻ ഈ ദിക്ർ ചൊല്ലുമ്പോൾ, അള്ളാഹുലേക്ക് മടങ്ങുമ്പോൾ അല്ലാഹു അതിന് ഇഷ്ടമുള്ളതാണ്. എൻ്റെ മുഅ്മിനീങ്ങൾ ചെയ്തു പോയ കുറ്റത്തിൽ നിന്ന് ഖേദിച്ച് മടങ്ങല്ലേ, അപ്പോൾ അല്ലാഹു തആല മാഫ് ചെയ്യും. അല്ലാഹു മാഫ് ചെയ്ത് തിരുമാറാവട്ടെ. പിന്നെ ഈ തെക്കിൻ്റെ 10-ലാണല്ലോ, അതും ചൊല്ലണമല്ലോ, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ വഅദ്ഖിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, നരകത്തെ തൊട്ട് നമ്മളെ മോചിപ്പിക്കുകയും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യണമെന്ന ദിക്റും അതും ധാരാളമായി ചെല്ലണം. അപ്പോൾ ഏറ്റവും കൂടുതലായി ചെല്ലുന്ന ദിക്ർ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ധാരാളം ചെല്ലാൻ പറഞ്ഞ ദിക്റാണ് അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ഈ ദിക്ർ മറന്നു പോകരുത്, എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കണം. ലൈലത്തുൽ ഖദർ രാവുകളും എല്ലാത്ത സമയത്തൊക്കെയും ഇത് ചൊല്ലണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ നാക്കിലൂടെ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്ത വിഷയമാണ്. നമ്മളാരും ഉണ്ടാക്കതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിനുള്ള ദിക്റായി പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ്. അത് മനസ്സിലാക്കണം. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രാർത്ഥന ഇതാണ് ഉണ്ടാവണം. അള്ളാഹു നമ്മുടെ ദോഷങ്ങളും നമ്മുടെ എല്ലാം അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. നമുക്ക് അള്ളാഹു ആഫിയത്ത് ഇട്ട് തരുമാറാവട്ടെ, ദീർഘായുസ്സ് ഇട്ട് തരുമാറാവട്ടെ. നോമ്പും തറാവി നിസ്കാരം എല്ലാം അള്ളാഹു താല നമ്മൾ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ ടൂരിൽ കാണുന്ന മുഴുവൻ ആളുകളും ഇതിനും ഒരുപാട് റമളാന്റെ മഹത്വങ്ങളും പവിത്രതകളും ശ്രേഷ്ഠതകളും അതിൻ്റെ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാം കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം, എല്ലാവരും കേൾക്കണം. ഇതും നല്ല ഇൽമാണ്. ഇൽമും ഖുർആനും
ദിക്റും സലാത്തും അതുപോലെ എല്ലാമായി പരിശുദ്ധ റമദാൻ നല്ലതിന് മാത്രം ചെലവഴിക്കാൻ വേണ്ടി നോക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.